മാനേജ്മെൻറ്റ് സയൻസ് ആണോ? രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ? എന്താണ് മാനേജ്മെൻറ്റ് സ്വഭാവം? മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ, ശാസ്ത്രമാണോ? ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സയൻസിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അത് കൃത്യമായി ഓർഗനൈസ് ചെയ്ത സിസ്റ്റമാറ്റിക്കായ ഒരറിവ്, വിജ്ഞാന ശാഖയാണ് സയൻസ് അറിവ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ്, ഫാക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ് ആണ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായി നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് H2+O2 ഗീവ്സ് H2O. ഇത് നിരീക്ഷിച്ചിട്ടും ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് അത് കണ്ടെത്തിയത്. അത് കൃത്യമാണ്, ആ വിവരം ലോജിക്കലാണ്. H2+O2 ഗീവ്സ് H2O. വെള്ളം, H2O മീൻസ് വാട്ടർ. അപ്പോൾ ഇതേപോലെ മാനേജ്മെൻറ്റും അങ്ങനെയാണോ എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഇതേ സ്വഭാവം മാനേജ്മെൻറ്റും ഉണ്ട് എന്നാണ്. മാനേജ്മെൻറ്റും ഒരു സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്കൊരു സയൻസായിട്ട് പറയാൻ പറ്റും. സയൻസിൻ്റെ ഈ പ്രത്യേകത മാനേജ്മെൻറ്റിനും ഉണ്ട്. സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ്, കൃത്യമായ ഒരു വിജ്ഞാന ശാഖ. പരീക്ഷണങ്ങളിലൂടെയും ഹെൻറി ഫയോളും FW ടൈലറും ഒക്കെ അവരുടെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉണ്ടാക്കിയത് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് തിയറി ആയിട്ട് വന്നത്, വിജ്ഞാന ശാഖയായിട്ട് വന്നത്. അതുപോലെ ഇത് സയൻസിൻ്റെ പ്രത്യേകതയാണ്. സയൻസ് എന്താണ്? എല്ലാ സയൻറ്റിഫിക് ഫാക്ട്സുകളും കണ്ടെത്തിയത് നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അതേ പോലെ തന്നെ മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം? മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ 3 കാര്യങ്ങളാണ് സയൻസിൻ്റെ പ്രത്യേകതകൾ. ഒന്ന്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അതിന് കൃത്യമായൊരു വിജ്ഞാന ശാഖയുണ്ട്. കൃത്യമായി ഓർഗനൈസ് ചെയ്ത ഒരു വിജ്ഞാന ശാഖ സയൻസിനുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ തത്വങ്ങൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തത്വങ്ങൾ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയാണ്. പിന്നെ യൂണിവേഴ്സൽ വാലിഡിറ്റി. ഈ സയൻസിൻ്റെ തത്വങ്ങൾക്ക് എന്താണ്? യൂണിവേഴ്സൽ വാലിഡിറ്റിയാണ്. ലോകത്തെല്ലായിടത്തും ആ തത്വം എന്താണ്? മാറൂല. ഇപ്പോൾ H2+O2 ഗീവ്സ് H2O എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമുള്ള രസാന്തര കെമിസ്ട്രി അല്ല, അത് ലോകത്തെല്ലായിടത്തും അതേ തത്വമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് സയൻസിന്. അതേ കാര്യങ്ങൾ, ഇതേ ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റിനുണ്ടെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിന് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, കൃത്യമായ വിജ്ഞാനശാഖയുണ്ട്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എങ്ങനെയാണ്? ഹെൻറി ഫയോളും FW ടൈലറൊക്കെ നമ്മൾ പഠിച്ചു. അവർ എക്സ്പെരിമെൻറ്റേഷനിലൂടെ, പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തി തന്നെയാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിലുള്ള പരീക്ഷണമല്ല, ആളുകളെ പരസ്പരം ആളുകളുടെ പ്രവർത്തനങ്ങൾ നോക്കി, തൊഴിലാളികളെ വീക്ഷിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവരിൽ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയ വിജ്ഞാന ശാഖ തന്നെയാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് അതേ ക്വാളിറ്റി, അതേ ഫ്യൂച്ചർ മാനേജ്മെൻറ്റുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ വാലിഡിറ്റി. മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്താണ്? ഇന്ത്യയിലൊരു തത്വം, അമേരിക്കയിലൊരു തത്വമല്ല, എല്ലായിടത്തും ഒരേ തത്വങ്ങളാണ് ഉപയോഗിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ വിജ്ഞാന ശാഖ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. ഇതുകൊണ്ട് സയൻസിൻ്റെ ഈ 3 ഫീച്ചേഴ്സും മാനേജ്മെൻറ്റിനും ഉള്ളതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെയും ഒരു സയൻസായിട്ട് പറയാം. എന്നാൽ മാനേജ്മെൻറ്റ് പൂർണ്ണമായൊരു സയൻസാണോ? മാനേജ്മെൻറ്റ് ഒരു പ്യുവർ സയൻസായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് നമുക്കൊരു ഇൻഎക്സാക്റ്റ് ഓർ സോഫ്റ്റ് സയൻസ്, കൃത്യമല്ലാത്ത എക്സാക്റ്റ് സയൻസ് അല്ല, പ്യുവർ സയൻസ് അല്ല. എന്തുകൊണ്ടാണ് പ്യുവർ സയൻസ് അല്ല എന്ന് പറയുന്നത്? പ്യുവർ സയൻസിൻ്റെ പ്രത്യേകത അതിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട്
ലബോറട്ടറികളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും. അതിൻ്റെ വസ്തുതകൾ കൃത്യമാണ്, ഡെഫിനിറ്റാണ്. എന്നാൽ അത്ര പൂർണ്ണമായിട്ട് ഡെഫിനിറ്റായിട്ടുള്ള കാര്യങ്ങളല്ല മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുണ്ടാക്കിയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ എന്താണ്? വേരിയഡാണ്, വ്യത്യസ്തമാണ്. അത് പല സാഹചര്യങ്ങളും പല രീതിയിലാണ് പ്രയോഗിക്കുക. എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ പ്രയോഗിക്കാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് തത്വങ്ങൾ നമുക്ക് ഒരേപോലെയുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ സാഹചര്യങ്ങളും അത് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ സയൻസിൻ്റെ തത്വങ്ങൾ എന്താണ്? എല്ലാ സാഹചര്യങ്ങളിലും ഒരു തത്വം അത് തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റിന് സയൻസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒരു പ്യുവർ സയൻസായിട്ട് മാനേജ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എൻ ഇൻഎക്സാക്റ്റ് സയൻസ് അല്ലെങ്കിൽ ഓർ സോഫ്റ്റ് സയൻസ് എന്ന് നമുക്ക് പറയാം. പിന്നെ